നമുക്ക് വാർത്തയിലേക്ക് മടങ്ങി വരാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻപും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നിരവധി പരാതികൾ എത്തിയിരുന്നതായി സൂചന. എന്നാൽ ചില നേതാക്കൾ ഇടപെട്ട ഇത് ഒതുക്കിയെന്നാണ് വിമർശനം. അതേസമയം രാഹുലിനെ സംരക്ഷിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയും കോൺഗ്രസിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു. രാജീവ്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ആകെ ആടിയുലയുന്ന ഒരു സാഹചര്യം. ഒന്നാമത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, അത് ഒരു യുവനടിയുടെ പരാതി, വിദേശത്തു നിന്നും ഒരു എഴുത്തുകാരിയുടെ പരാതി, ഇവരുടെയൊക്കെ പരാതി കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ആ സ്ഥാനം തെറിക്കുന്ന അവസരം വരുന്നു. അതുമാത്രമല്ല, ഈ പരാതി നേരത്തെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടാണ്. അദ്ദേഹം ഇത്രയും കാലം ഇത് മൂടി വെച്ചു, ഇത് മനഃപൂർവ്വം ചവിട്ടിപ്പിടിക്കാൻ നോക്കി. പക്ഷേ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കാൻ തുനിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോൾ വി ഡി സതീശനെതിരെയും പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ടല്ലോ കോൺഗ്രസിനുള്ളിൽ. കൂടുതൽ വിവരങ്ങൾ രാജീവ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃതലത്തിലേക്ക് ഉയർന്നു വരുന്നത് പിന്നീട് ഷാഫി പറമ്പിലുമായും അതുപോലെ തന്നെ വി ഡി സതീശനുമായും അടുത്ത ബന്ധം പുലർത്തുകയായിരുന്നു. ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പാലക്കാട് മത്സരിക്കുകയും തുടർന്ന് MLA ആവുകയും ഒക്കെ ചെയ്തത്. അതിനുമുമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നതും ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ആ സമയത്ത് തന്നെ നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരുന്നു. ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകൾ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ അത് ഒതുക്കി തീർക്കുകയായിരുന്നു ഇതുവരെ കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നിരവധി പരാതികൾ പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ ലഭിച്ചിരുന്നു എന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ തന്നെ ഒരു ഉന്നത കോൺഗ്രസ് നേതാവിൻ്റെ മകൾ ഉൾപ്പെടെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിരുന്നു. എന്നാൽ ആ പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് നിലവിൽ ചില നേതാക്കളുമായി അല്പസമയം മുമ്പ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുമ്പോൾ രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചു വന്നത്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും നിലകൊള്ളുന്നത്. അതിനൊപ്പം തന്നെ ഷാഫി പറമ്പിലും വി ഡി സതീശനൊപ്പം നിലകൊള്ളുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സഖ്യം രൂപം കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ ഒരു പിന്തുണ രാഹുലിനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനും വി ഡി സതീശനും ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതേസമയം തന്നെയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവർക്കെതിരെ നേരത്തെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉന്നയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ നടപടി വേണമെന്ന ആവശ്യം യൂത്ത് കോൺഗ്രസിൽ തന്നെ നേരത്തെ ഉയർന്നതാണ്. എന്നാൽ ഇത് പരിഹരിക്കാൻ ആവശ്യമായ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. പല ജില്ലകളിൽ നിന്നും സമാനമായ പരാതികൾ നേരത്തെ തന്നെ രാഹുലിനെതിരെ ഉയർന്നിരുന്നു. ഈ അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പരാതികൾ ഉയർന്നത്. ആ സമയത്തൊക്കെ നേതൃത്വം ഇടപെടുകയും കൃത്യമായി അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഈ ഘട്ടങ്ങളിലൊക്കെ ഒതുക്കി തീർത്ത് തന്നെയാണ്. അതായത് യുവനടി ഇത്തരത്തിലുള്ളൊരു തുറന്നു പറച്ചിൽ നടത്തുന്നവരെയുള്ള സംഭവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് ഒതുക്കി തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, വിവാഹ വാഗ്ദാനം നൽകി എന്ന യുവനടി പറയുമ്പോൾ ആ തരത്തിൽ തന്നെയാണ് മറ്റു പല പരാതികളും നേതൃത്വത്തിന് ലഭിച്ചിരുന്നത്. അതായത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവർ തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് പ്രശ്നമാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ രാഹുൽ ഇടപെട്ടുകൊണ്ട് ഈ പരാതി ഒതുക്കി തീർക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം വിവാഹം കഴിക്കാമെന്നാണ്. അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും പിന്നീട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നു എന്നാണ് പലരും നേതൃത്വത്തോട് പരാതി പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ, ഈ കോൺഗ്രസ് അനുഭവമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകുമ്പോൾ പിന്നീട് ഈ പരാതിയുമായി മുന്നോട്ട് പോകാറില്ല എന്നതാണ് വസ്തുത. എന്തായാലും ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ച ഒരു സാഹചര്യത്തിൽ രാഹുലിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ നേരത്തെ രഹസ്യമായെങ്കിലും ഈ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. ഏതായാലും ഇനിയും രാഹുലിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രത്തോളം പ്രതിരോധത്തിലാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഓണം കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനം വീണ്ടും ചേരും. ആ സമയത്ത്, അതായത് സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനും പ്രതിരോധത്തിലാക്കാനും നിരവധി കാര്യങ്ങൾ നിലവിൽ പ്രതിപക്ഷത്തിന് തുടരുക. ഈ വിഷയത്തിൽ BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ കൂടി ചേരുന്നു. സിന്ധുമോൾ, സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ നേതാവ്, പ്രത്യേകിച്ചും യുവജന വിഭാഗത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെതിരെയാണ് യുവനടി പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പേയും പരാതികൾ ഉണ്ടായിരുന്നു, പക്ഷേ കോൺഗ്രസ് അതൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ AICC നേതൃത്വത്തിന് പരാതികളുടെ പ്രവാഹമാണ്. 9 പരാതികൾ നിലവിൽ ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം ഒഴിയണമെന്നുള്ള നിർദ്ദേശം AICC നൽകി കഴിഞ്ഞു. എന്താണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നത് അഡ്വക്കേറ്റ് സിന്ധുമോൾ?
ഞാൻ മറ്റേ എവിടെ ഇരുന്നാ നോക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ AICC നിർദ്ദേശം നൽകിയെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇനി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം കൂടിയാണ് അത് അംഗീകരിക്കേണ്ടത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നിലവിൽ പാലക്കാട് MLA കൂടിയാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനം മാത്രമല്ല MLA സ്ഥാനം കൂടി ഒഴിയേണ്ടതല്ലേ സിന്ധുമോൾ? തീർച്ചയായിട്ടും. കാരണം ഈ ആരോപണം അതിശക്തമായി ഉയർത്തിയിരിക്കുന്നത് BJP യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ല. ഇത് തികച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികളെല്ലാം വന്നിരിക്കുന്നത് തന്നെ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മളിപ്പോ ആരോപണം പറഞ്ഞിട്ടുള്ള ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന ആ യുവനടി, അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിന് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ആശയം സ്വീകരിച്ചുകൊണ്ട് അതോടൊപ്പം ചേർന്ന് പോകുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വന്നിരിക്കുന്ന പരാതികളെല്ലാം പരിശോധിച്ചാൽ ഇതിന്റെ ഉള്ളിൽ തന്നെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് രക്ഷയില്ല എന്നുള്ള സാഹചര്യത്തിലാണ് പരാതികൾ ഇത്രയും ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മളൊരു വിവാദം കണ്ടു. ഒരു ന്യൂസ് റീഡർ ആയിട്ടുള്ള, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അത്യാവശ്യം ചർച്ചയായിട്ട് വന്നതാണ്. പക്ഷെ അതിനെയൊക്കെ ഒതുക്കി തീർത്തുകൊണ്ട് അതിശക്തനായി വീണ്ടും പോകാമെന്നുള്ള ഒരു വ്യാമോഹത്തിലാണ് രാഹുൽ പോയതെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും രാഹുലിന്റെ പാളയത്തിൽ തന്നെ ഇത്രയധികം ശത്രുതയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമീപനം കൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഇത്രയധികം പരാതികളും നൽകുന്ന സാഹചര്യത്തിൽ, ആ പാളയത്തിൽ നിന്ന് തന്നെ എതിർപ്പുയർന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നല്ല, നമ്മളുടെ പാലക്കാട് പോലെയുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ MLA ആയിരിക്കാനുള്ള ഒരു യോഗ്യതയും രാഹുൽ മാങ്കൂട്ടത്തിലിനില്ല. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. ഇനിയിപ്പോ ഷാഫി പറമ്പിലൊക്കെ എത്ര കണ്ട് തന്നെ സഹായിക്കാൻ ശ്രമിച്ചാലും അതൊക്കെ അതിരി വിട്ട് പോയി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. അപ്പൊ ഷാഫി പറമ്പിലിന്റെ ദത്തുപുത്രനായിട്ട് അല്ലെങ്കിൽ ഓമനപുത്രനായിട്ടൊക്കെ വന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പല നേതാക്കന്മാരുമാണ്. പക്ഷെ അവർ പോലും പ്രതിരോധത്തിലാകുന്ന രീതിയിലാണ് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള പല പരാതികളും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ രാഹുലിന് ഇനി ഈ സ്ഥാനത്ത് തുടരണമെങ്കിൽ തന്നെ അദ്ദേഹം ഇതിനെല്ലാം അപ്പുറത്താണ്, അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം മോചിതനാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താതെ, അദ്ദേഹത്തിന്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്താതെ അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. ആരോപണ വിധേയനായി ഇത്തരം പ്രശ്നങ്ങളിൽ ആരോപണ വിധേയനാകുന്ന ഒരാൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത്, അദ്ദേഹം മാറി നിന്ന് കൊടുക്കുകയാണ്. മാറി നിന്ന് തനിക്കെതിരെ വരുന്ന വിമർശനങ്ങളെ നിയമപരമായിട്ടോ അല്ലാതെയോ നേരിട്ട് താൻ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് ബോധ്യമുണ്ടെങ്കിൽ അയാൾ തിരിച്ചു വരട്ടെ. അല്ലാത്ത പക്ഷം മാറി നിന്നൊരു സന്ദേശം കൊടുക്കണമെന്ന് തന്നെയാണ് BJPയുടെ അഭിപ്രായം. അതെ, വളരെ വ്യക്തമായ അഭിപ്രായമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി മാത്രമല്ല, പാലക്കാട് MLA സ്ഥാനവും രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണം എന്നുള്ള അഭിപ്രായമാണ് BJP വക്താവ് TP സിന്ധുമോൾ ഇപ്പോൾ ജനൻ TVയോട് പങ്കുവച്ചത്. വളരെയധികം നന്ദി സിന്ധുമോൾ. രാജീവ് തുടരുക. രാജീവ്, അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ നീക്കം അക്ഷരാർത്ഥത്തിൽ VD സതീശന് എതിരെയുള്ള നീക്കം കൂടിയായി മാറുന്നുണ്ടല്ലോ രാജീവ്? വിനോദ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നിയമസഭാ സമ്മേളനം ഓണം കഴിഞ്ഞാലുടൻ തുടങ്ങും. അവിടെ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നിരവധി കാര്യങ്ങൾ നിലവിൽ പ്രതിപക്ഷത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ അതെല്ലാം അപ്രസക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇനി ഭരണപക്ഷം പ്രധാനമായി ഉന്നയിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയാകും. അത് നിയമസഭയിൽ ഉൾപ്പെടെ ഈ ആവശ്യം ഉയരാനാണ് സാധ്യത. ഒരുപക്ഷെ ഈ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നിയമസഭയിൽ എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഭരണപക്ഷം പ്ലക്കാർഡുകളുമായി എത്തുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ ഈ നിയമസഭാ സമ്മേളനത്തിൽ കാണാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിൽ വലിയ പ്രതിരോധത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ തള്ളിവിട്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണം ഉയരുന്നത്. മാത്രമല്ല, അത് ഒരു യുവതി ഉന്നയിച്ച ആരോപണത്തിനും അപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരാതികൾ കൂടുതലായി പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അത് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതാണ് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്.
രേഖപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതിനൊപ്പം തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പിന്തുണ. അതാണ് എല്ലാ കാലത്തും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചിരുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിലെ ഒരു ഭാഗം നേതാക്കൾ തന്നെ പ്രധാനമായും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിലെ ഒരു നേതാവ് തന്നെ പരാതി നൽകിയിട്ടും ആ പരാതിയിൽ പരിഹാരം കാണാൻ നേതൃത്വം ശ്രമിച്ചില്ല എന്ന വിമർശനം തന്നെ വളരെ ശക്തമായി ഉയർന്നിരുന്നു. ആ പരാതി പിന്നീട് ഒതുക്കി തീർക്കുകയായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമായി ഇപ്പോഴും ശേഷിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള പരാതികൾ ആ ഘട്ടത്തിൽ ഉയർന്നപ്പോൾ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യം ഇപ്പോൾ നേതാക്കൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട പേര് വി ഡി സതീശൻ്റേതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് ആ വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. കാരണം വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ പല ഗ്രൂപ്പുകളിലും ഇപ്പോൾ രാഹുലിനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നേരത്തെയും രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചിരുന്നു എന്നതാണ്. മാത്രമല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്, അതായത് 1-2 മാസങ്ങൾക്ക് മുൻപാണ് രാഹുലുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളൊക്കെ ഉണ്ടാവുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുകയും ചെയ്തത്. അന്ന് രാഹുൽ ഫൂ കേസ് എന്ന് വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹാസത്തോടെ ഫൂ കേസ് എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആരും ഇതൊന്നും കാര്യമായി എടുക്കുന്നില്ല, ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ കാര്യമായി എടുക്കുന്നില്ല എന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു അന്ന് രാഹുൽ രംഗത്ത് വന്നത്. പക്ഷേ ആ ഘട്ടത്തിലും കോൺഗ്രസിലെ പല നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിരുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. രാഹുലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നേതൃത്വത്തിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ നേതൃത്വം ഇടപെട്ടുകൊണ്ട് അത് ഒതുക്കി തീർക്കുകയാണ്. നേതൃത്വം എന്ന് പറയുമ്പോൾ വി ഡി സതീശനെയാണ് ഈ നേതാക്കൾ ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വി ഡി സതീശൻ്റെ പരസ്യമായൊരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ കാലത്തും ലഭിച്ചുകൊണ്ടിരുന്നു. ഷാഫി പറമ്പിലിൻ്റെ പിന്തുണ ഉൾപ്പെടെ ലഭിച്ചുകൊണ്ടിരുന്നു എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ പരാതികൾ ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോയതും. ഇപ്പോൾ ഏതായാലും ഒരു യുവനടി പരസ്യമായി തന്നെ രാഹുലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു, വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ കൂടുതൽ തെളിവുകൾ പുറത്തു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം ഈ നിലവിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നവർ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിടുക്കപ്പെട്ട രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇനി അവശേഷിക്കുന്നത് MLA സ്ഥാനമാണ്. ഏതായാലും MLA സ്ഥാനത്ത് നിന്ന് നിലവിൽ മാറണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ ഈ രീതിയിൽ ഇനിയും രാഹുലിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പല ഗ്രൂപ്പുകളിലും രാഹുലിനെതിരായ പല തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്, പല ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഇനി രാഹുലിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി എത്രത്തോളം വി ഡി സതീശന് രാഹുലിനെ സംരക്ഷിക്കാൻ കഴിയുമെന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. വിനോദ്, അതെ, വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. രാഹുലിൻ്റെ ശബ്ദ സന്ദേശങ്ങളടക്കം ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങളും വിവിധ മേഖലകളിൽ ഉയർന്നു വരുന്നുണ്ട്. വാർത്തകൾ നൽകുകയായിരുന്നു രാജീവ്.